കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത അഗ്നിദേവനാണ്. സന്ദർശനം നടത്തേണ്ട പ്രധാന ക്ഷേത്രങ്ങൾ: കൊല്ലം ജില്ലയിലെ കാട്ടിൽ മേക്കതിൽ ഭദ്രകാളി ക്ഷേത്രം, ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട്ട് സരസ്വതി ക്ഷേത്രം. അഗ്നിദേവന്റെ നക്ഷത്രമായതിനാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് അറിവും തേജസ്സും വർദ്ധിക്കാൻ ദേവീയ അനുഗ്രഹം അനിവാര്യമാണ്. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ ദർശനം ദുരിതങ്ങൾ അകറ്റി ഐശ്വര്യം നൽകും. വിദ്യാവിജയത്തിനായി പനച്ചിക്കാട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ്. വഴിപാടായി പറയുന്നത് വിളക്ക്, പട്ട്, മഞ്ഞൾപ്പൊടി എന്നിവ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ബ്രഹ്മാവാണ്. സന്ദർശനം നടത്തേണ്ട പ്രധാന ക്ഷേത്രം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, വയനാട്. സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെ നക്ഷത്രമാണിത്. ബ്രഹ്മാവിന് നേരിട്ട് ക്ഷേത്രങ്ങൾ കുറവായതിനാൽ ബ്രഹ്മാവ് പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുനെല്ലിയിലെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമൃദ്ധിയും നൽകും. പിതൃകർമ്മങ്ങൾക്ക് പേരുകെട്ട ഈ ക്ഷേത്രത്തിലെ ദർശനം പൂർവികരുടെ അനുഗ്രഹം നേടാനും സഹായിക്കും. വഴിപാടായി പറയുന്നത് പാൽപായസം, തുളസിമാല, പിതൃതർപ്പണം. മകയിരം നാളുകാരുടെ നക്ഷത്ര ദേവത ചന്ദ്രനാണ്. സന്ദർശനം നടത്തേണ്ട പ്രധാന ക്ഷേത്രം തൃശൂർ ജില്ലയിലെ പെരുവനം മഹാദേവ ക്ഷേത്രം. ചന്ദ്രന്റെ സ്വാധീനമുള്ള നക്ഷത്രമായതിനാൽ മാനസികമായ സന്തോഷത്തിനും കുടുംബപരമായ ഐക്യത്തിനും ശിവനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. പെരുവനത്തെ ഇരട്ടയപ്പന്മാരെ ദർശിക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മനഃശാന്തി നേടാനും സഹായിക്കും. പ്രധാന വഴിപാടായി പറയുന്നത് കൂവളത്തിലമാല, പിൻവിളക്ക്, ജലധാര.